താങ്കളിലേക്ക് വരുമ്പോൾ മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയാണ്. മന്ത്രി പി രാജീവ്, വ്യവസായ മന്ത്രി. ജീവനക്കാരുടെ ആത്മഹത്യയെ ബന്ധപ്പെട്ടിട്ട് മിനിസ്റ്റർ തന്നെ നേരിട്ട് കൊടുത്ത പല ഉറപ്പുകളും പാലിച്ചില്ല എന്നതൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ള ജീവനക്കാർ ഇന്നലെ നിങ്ങൾ കുടുംബമായിട്ട് സംസാരിച്ചോ? കുടുംബമായിട്ട് സംസാരിച്ചോ? അല്ല, നമ്മുടെ കുടുംബമായിട്ട് ഇപ്പോ അത് എന്തായാലും ദുഃഖകരമായ ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇപ്പൊ നമുക്ക് ആർക്കും ഇപ്പൊ പറയാൻ കഴിയില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും നമുക്ക് അറിയാൻ കഴിയില്ല എന്റെ സാഹചര്യം എന്താണെന്നുള്ളത്. അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇതാണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണെങ്കിലും ആ കാരണം പരിശോധിക്കേണ്ടത് തന്നെ അവരുടെ സാഹചര്യവും. പിന്നെ ഇപ്പോ ട്രാക്കോ കേബിള് ഗൗരവമായ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ്. ഗവൺമെന്റിനും അത് നല്ല ധാരണയുണ്ട്. 245 കോടി രൂപയാണ് ട്രാക്കോ കേബിളിന്റെ സഞ്ചിത നഷ്ടം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 30 കോടി രൂപ സഹായമായി തന്നെ ട്രാക്കോ കേബിളിന് നൽകിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് സഹായം പര്യാപ്തമല്ല എന്ന് വന്ന ഘട്ടത്തിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് കടം എന്ന രൂപത്തിൽ 14 കോടി രൂപ ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 10-15 വർഷം എടുത്താൽ ഇക്വിറ്റി കൺവെർട്ട് ചെയ്തിട്ടുള്ള ഒരു വർഷം പേപ്പറിൽ വന്ന ഒരു ലാഭം ഒഴിവാക്കി കഴിഞ്ഞാൽ തുടർച്ചയായ നഷ്ടമാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോ ഈ കമ്പനി നിയമത്തിൽ മാറ്റം വന്നതിന് ശേഷം കമ്പനി ട്രിബ്യൂണലുകൾക്കകത്ത് കമ്പനിയുടെ ഈ കടം ഇപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നു, അതല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ളത് കിട്ടുക, ഇവരെല്ലാവരും തന്നെ കോടതികളിൽ പോയി അറ്റാച്ച്മെന്റ് സ്വഭാവത്തിലേക്ക് വരികയാണ് ചെയ്തത്. ഏറ്റവും വലിയ കടം നൽകിയിട്ടുള്ളതും ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് പവർ ഫിനാൻസ് കോർപ്പറേഷനാണ്. അപ്പോൾ തുടർച്ചയായിട്ടൊരു 15 വർഷത്തോളം നഷ്ടം തന്നെയാണ് ഈ സ്ഥാപനത്തിനുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് എങ്ങനെ ഇതിന് വീണ്ടെടുക്കാൻ കഴിയും, ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് വിദഗ്ധമായിട്ടുള്ള ഒരു പഠനം തന്നെ നടത്തുകയുണ്ടായി. ആ ശുപാർശ ഗവൺമെന്റ് മുമ്പിൽ വന്നത് തിരുവല്ല ഇരുമ്പന യൂണിറ്റുകൾ മെർജ് ചെയ്യുക, തിരുവല്ലയിലേക്ക് ഇരുമ്പനത്തെ മെർജ് ചെയ്യുക. പിണറായി യൂണിറ്റാണ് ലാഭകരമായി പ്രവർത്തിക്കുന്ന യൂണിറ്റ്. അത് ഈ പറഞ്ഞ പൊതു നഷ്ടം തുടർച്ചയായിട്ടുണ്ടെങ്കിൽ 255 കോടി രൂപയുടെ സഞ്ചിത നഷ്ടം ഉണ്ടെങ്കിലും തിരുവല്ല പിണറായി യൂണിറ്റ് ലാഭകരമായി പ്രവർത്തിക്കുമ്പോഴാണ്. നമ്മൾ വീടുകളിലെ ഇലക്ട്രിഫിക്കേഷൻ ഉപയോഗിക്കുന്ന കേബിളാണ്. പിന്നെ പൂർണ്ണമായിട്ടും KSEBയെ തന്നെ ആശ്രയിച്ചിട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഇപ്പോൾ ഓണത്തിന്റെ ആദ്യം ട്രേഡ് യൂണിയനുകളായിട്ട് ചർച്ച നടത്തി. ട്രേഡ് യൂണിയനുകൾ പൊതുവെ ഇതിനോട് യോജിക്കുകയാണ് ചെയ്തത്. മെർജ് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സഹായം വേണം എന്ന് കാണുകയുണ്ടായി. ഈ സ്ഥലം ഗവൺമെന്റ് പട്ടയത്തിന് കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഗവൺമെന്റിന് വിൽക്കാൻ കഴിയില്ല. ഗവൺമെന്റിന്റെ തന്നെ ഒരു സഹായം നൽകാനായിട്ട് ഇത് കൈമാറാൻ കഴിയുമോ എന്നതാണ് ഗവൺമെന്റ് പരിശോധിച്ചത്. ഇൻഫോ പാർക്കിന് ഇത് കൈമാറി. അതിൽ നിന്ന് ആ ഒരു കണ്ടീഷനിൽ ഗവൺമെന്റിൽ നിന്ന് ഇൻഫോ പാർക്കിൽ നിന്നുള്ള ഫണ്ടിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് ഇവിടെ ഈ സ്ഥാപനം തിരുവല്ലയ്ക്കും അതുപോലെ പിണറായിക്കും വേണ്ടി അത് മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുവരിക. ഇനി പോകാൻ കഴിയാത്ത തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവർ പ്രത്യേക കേസായി പരിഗണിച്ചിട്ട് അവർക്ക് കഴിയാവുന്ന സഹായം നൽകുക. വിരമിച്ച തൊഴിലാളികളുടെ നൽകാനുള്ള മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസസ് എല്ലാം അഡ്രസ് ചെയ്യുക. ഇതായിരുന്നു ആ കാഴ്ചപ്പാടിന് പുറകിലുള്ളത്. അത് യൂണിയനുകളുമായി ചർച്ച ചെയ്തു. അവർ തത്വത്തിൽ അത് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും പൊതുമേഖലാ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ളതായതുകൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ യോഗം വിളിച്ചിരുന്നു. എല്ലാ നേതൃത്വവും ഇപ്പോൾ INTUC, ശ്രീ ചന്ദ്രശേഖരൻ, എളമരം കരീം, അങ്ങനെ സ്റ്റീവന്റെ റഹ്മത്തുള്ള എല്ലാ നേതൃത്വവും വന്നിരുന്നു. അവരും ഇൻ പ്രിൻസിപ്പിൾ അവരും ഇതിനോട് അംഗീകരിച്ചിരുന്നു. ബാക്കി വിശദമായി തന്നെ ഒരു ഇതിന്റെ റിവൈവൽ പാക്കേജിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ രൂപവും ഇനി എങ്ങാനും തൊഴിലാളികൾക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും, ഈ രണ്ട് പ്രശ്നങ്ങളും വെച്ച് ഒരു മീറ്റിംഗ് കൂടി തുടർച്ച യൂണിയനുകളുമായിട്ട് ചേരണം എന്ന് അന്ന് കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയിൽ 2 യൂണിയനുകൾ, ഇവിടെ ഇരുമ്പനത്തെ അല്ല, ഇതുമായി ബന്ധപ്പെട്ട് 2 യൂണിയനുകൾ കേസ് കൊടുക്കുകയുണ്ടായി. ഇത് വിൽപ്പന തടയണം, ഇത് ആഗോള ടെൻഡർ വിളിക്കണം. അപ്പോൾ ഈ ആദ്യത്തെ മിനിറ്റ്സിനകത്ത് വിൽപ്പനയാണെങ്കിലും എഴുതിയിട്ടുള്ളതെങ്കിലും ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ യോഗത്തിൽ നമ്മൾ വ്യക്തത വരുത്തി നമ്മൾ വിൽക്കാൻ കഴിയില്ലത്. കാരണം ഗവൺമെന്റ് തന്നെ പട്ടയത്തിന് കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. യഥാർത്ഥത്തിൽ കമ്പനി എങ്ങാനും ക്ലോസ് ചെയ്യേണ്ടി വന്നാൽ ഗവൺമെന്റിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ ഒരു പൈസ ഗവൺമെന്റ് കമ്പനിക്ക് കിട്ടില്ല. പക്ഷെ ഇത് പ്രത്യേക കേസായി പരിഗണിച്ചിട്ട് ടെക്നോ പാർക്കിന്, ഇൻഫോ പാർക്കിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇൻഫോ പാർക്ക് സാധാരണഗതിയിൽ ഈ സ്ഥലമൊക്കെ ഏറ്റെടുക്കുമ്പോൾ വാങ്ങുന്ന പണം
അത് ഈ കമ്പനിക്ക് നൽകിയാൽ നമുക്കൊരു പൊതുമേഖലാ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയും. ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടായിട്ടുണ്ടായിരുന്നത്. അതിന് റവന്യൂ വകുപ്പിന്റെയും ക്യാബിനറ്റിന്റെ എല്ലാം അംഗീകാരം വേണം. പക്ഷെ അപ്പോൾ തൊഴിലാളികൾ ചിലർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ കേസ് കാരണം പിന്നെ അതിന്റെ ഒരു തീരുമാനത്തിലെത്താതെ തുടർ നടപടിയിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മറ്റ് പാക്കേജും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. അത് നിങ്ങൾ കുടുംബവുമായിട്ട് സംസാരിച്ചാലേ അതിനറിയാൻ കഴിയുള്ളൂ എന്തൊക്കെയാണ് എൻ്റെ പശ്ചാത്തലം എന്നുള്ളത്, അവരുടെ മറ്റ് പശ്ചാത്തലങ്ങൾ എന്താണ്, കുടുംബത്തിന് മറ്റ് വരുമാന മാർഗങ്ങളുണ്ടോ, അതെല്ലാം തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ MD ഉൾപ്പെടെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ പോവുകയും അവരുടെ കുടുംബമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. മറ്റാ തൊഴിലാളികളും പോയിട്ടുണ്ട്. എന്നാൽ ട്രാക്കോ കേബിളിന്റെ പ്രശ്നം ഇതാണ്. ഇപ്പൊ 14 കോടി തന്നെ നമ്മൾ പൊതുമേഖലാ സ്ഥാപനത്തിന് വരെ കടമെടുത്ത് കൊടുത്തു. അപ്പൊ ഇത് എല്ലാവരും നിയമസഭയിൽ തന്നെ ഈ കാര്യം ഞാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പൊതുവെ അതിനോട് നല്ല സ്വീകാര്യതയാണ്. പക്ഷെ അപ്പൊ തന്നെ ചിലർ കോടതി കേസ് പോയതുകൊണ്ട് ഇനി കോടതിയുടെ തീരുമാനമുള്ളതുകൊണ്ട് ഇൻഫോ പാർക്കിനും അതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട് നാളെ ഇതായിട്ടുണ്ടെങ്കിലും. മറുവശത്താണെങ്കിൽ NCLT കേസെടുക്കുകയാണ്. ഞങ്ങൾ തന്നെ ഇവരോട് പറഞ്ഞു NCLT ഇപ്പൊ പഴയ പോലെയല്ല. നമ്മളിപ്പോ ഒരു സാധനം ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി ആ പണം കൃത്യമായി കൊടുത്തില്ലെങ്കിൽ അവർ NCLT പോയാൽ നേരെ അറ്റാച്ച്മെന്റിലേക്ക് പോകും. അപ്പൊ പിന്നെ ഈ സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും വേഗത വേണമെന്നുള്ള കാര്യം അവരോട് അഭ്യർത്ഥിച്ചിരുന്നതാണ്. പക്ഷെ പൊതുവെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് 38 ഏക്കർ ഭൂമിയുണ്ട്. അതിന് വലിയ കോടികൾ വിലമതിക്കുന്ന ഒരു ഭൂമിയുമാണ് ഇൻഫോ പാർക്കിന് കൊടുത്താൽ സഹായമാകും. പക്ഷേ ഒരു 250 കോടിയോളം രൂപയുടെ ബാധ്യത ഇപ്പോൾ ഈ ട്രക്ക് കേബിൾസിനുള്ളൂ. പക്ഷേ ഈ പണം സർക്കാർ നൽകി സഹായിക്കുക അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എടുക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു സഹായം കിട്ടുകയാണെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനാവുന്നല്ല. ഭൂമി കൈമാറ്റം ചെയ്യുക എന്നുള്ളതിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ? അല്ല, എങ്ങനെ ഇപ്പൊ പരിഹാരം? സർക്കാരിന്റെ ഭാഗത്ത് റോ മെറ്റീരിയൽസ് എടുക്കാനായിട്ടുള്ള അതെ, നമ്മളിപ്പോ ഞാൻ പറഞ്ഞു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ 30 കോടിയോളം കൊടുത്തു കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി സംരക്ഷിക്കുക എന്നാണ് ഗവൺമെന്റ് കാഴ്ചപ്പാട്. KSEB ഒരു പൊതുമേഖലാ സ്ഥാപനം ആയതുകൊണ്ട് അവരിപ്പോ ടെൻഡർ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ ഗവൺമെന്റ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അവരും ടെൻഡറിലേക്കാണ് പോകുന്നത്. അവർക്കും ഏതാണോ മെച്ചപ്പെട്ട് കിട്ടുന്ന അതിലേക്ക് പോകും. നമുക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ വരാതെ വരുമ്പോൾ നഷ്ടം വരും. പിന്നെ ഗവൺമെന്റിന്റെ തന്നെ സ്ഥലമാണ്, അത് വിൽക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ ഒരു പാക്കേജ് നമ്മൾ 255 കോടിയാണ് അക്യുമുലേറ്റ് ലോസ്. നമ്മൾ 255 കോടി ഒരു കമ്പനിക്ക് നേരെ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റും. ഈ ബാങ്ക് വായ്പയ്ക്ക് ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സർക്കാർ ആലോചിച്ചിരുന്നു? അതായത് ബാങ്ക് വായ്പ എടുക്കാൻ പറ്റുന്ന ബുക്കല്ലല്ലോ. കഴിഞ്ഞ 15 വർഷം നിങ്ങളിപ്പോ എന്റെ കയ്യിലും ഡീറ്റെയിൽസ് മുഴുവൻ സർക്കാർ ഗ്യാരണ്ടി കൊടുത്താലും ബാങ്കുകൾ തരില്ല. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് അവർ ആദ്യം നോക്കുക. നമ്മൾ 245 കോടി അക്യുമുലേറ്റഡ് ലോസ് ഉള്ളതും NCLTയിലാണെങ്കിൽ പല കേസുകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനത്തിന് നമുക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കില്ല. നമ്മളിപ്പോൾ പൊതുവെ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ പൊതുമേഖല സംരക്ഷിക്കാൻ വേണ്ടി 200 കോടി രൂപയിലധികം ബാധ്യത ഇലക്ട്രിസിറ്റി ബോർഡിന് പൊതുമേഖലാ സ്ഥാപനം നൽകാനുള്ളത് KSEB ഗവൺമെന്റിന് നൽകേണ്ട ഡ്യൂട്ടി ഉണ്ടല്ലോ, ആ ഡ്യൂട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ എഴുതി തള്ളി. 200 കോടി രൂപയിലധികം ബാധ്യത പൊതുമേഖലാ സ്ഥാപനങ്ങൾ KSEBക്ക് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെ ലാഭത്തിലാക്കാം, ഇതാണ് ഗവൺമെന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെയാണ് ഒരു ഘട്ടത്തിൽ ഞാൻ ചുമതലയെടുത്ത ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞാൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് 14 കോടി നമ്മൾ കടമെടുത്തു കൊടുത്തു. ഒരു വർഷത്തിനുള്ളിൽ ഓർഡറിന്റെ സപ്ലൈ കിട്ടുമ്പോൾ ആ പണം തിരിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇതുപോലെ ഇപ്പോൾ ഗവൺമെന്റ് കൊടുത്താൽ മതിയല്ലോ എന്ന് ചോദിച്ച പോലെ അന്ന് നമ്മൾ 14 കോടി എടുത്തു കൊടുത്തു. പക്ഷെ 1 രൂപ പോലും തിരിച്ചു കൊടുക്കും. അപ്പോൾ ആ സ്ഥാപനം പ്രതിസന്ധിയിലോ? മന്ത്രി P. രാജീവാണ് ട്രാക്കോ കേബിൾസിലെ ജീവനക്കാരന്റെ ആത്മഹത്യാ വിഷയം. ട്രാക്കോ കേബിൾസിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിലപാട്